അമ്മയാണെങ്കിൽ നീ പറയൂടാ അങ്ങനെ വാടേ ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും രഞ്ജിനി ഹരിദാസിനെ കുറ്റപ്പെടുത്താനാണ് എല്ലാവരും ധൃതി കൂട്ടുന്നത്. ഓൾറെഡി രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് അഹങ്കാരവും കുറച്ച് കാഴ്ചപ്പാടും ഭയങ്കര ജാടക്കാരി അങ്ങനെയൊക്കെ ഉള്ള ഒരു പേര് ഓൾറെഡി സമ്പാദിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ രഞ്ജിനി ഹരിദാസ് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓടിയെത്തും. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതൊരു വലിയൊരു വാർത്തയാകും. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് ബീച്ചിൽ വെച്ച് അതിരടി എന്നൊരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആങ്കറായിട്ട് രഞ്ജിനി ഹരിദാസും അതുപോലെ തന്നെ നായകനായ ടൊവിനോയും ബേസിലും മറ്റു കപ്പങ്ങളും അവിടെ വന്നിരുന്നു. കോഴിക്കോടിലെ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു അവിടെ വന്നു ചേർന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ അപ്പാട് തിരക്ക്, ഒന്നും പറയാനില്ല. ഇതിന്റെ ഇടയിലാണ്, അതായത് ഇത്രയും തിക്കും തിരക്കുമാണ് അവിടെ നടന്നത്. ആ സമയത്ത് അവിടുത്തെ മാതാപിതാക്കൾക്ക് തന്റെ കുട്ടികളെ കയ്യിൽ നിന്ന് നഷ്ടമായി, അതായത് മിസ്സായി. അപ്പോൾ നോർമലി നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ, അതായത് കാണാതായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്, അവിടുത്തെ ആ സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ആ പരിപാടിയിലെ അധികൃതരായിട്ട് ബന്ധപ്പെട്ട് അവരോട് പറഞ്ഞ് നമ്മൾ മൈക്കിലൂടെ വിളിച്ചു പറയും. അതാണ് നമ്മൾ സാധാരണമായി ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നടന്നു. അതായത് ഈ ചെറിയ കുട്ടികളെ കാണാതായ സംഭവം മാതാപിതാക്കൾ അവിടുത്തെ അധികൃതരോട് പറയുന്നു. അധികൃതർ അത് രഞ്ജിനി ഹരിദാസിനോടും ടോവിനോടും ഒക്കെ പറയുന്നു. ഈ സമയത്ത് രഞ്ജിനി ഹരിദാസ് ആണല്ലോ അവിടെ ആങ്കറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ രഞ്ജിനി ഹരിദാസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ പേരടക്കം അവിടുന്ന് മൈക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവിടെയുള്ള കുറെ തെമ്മാടി കൂട്ടങ്ങൾ, അതായത് ഇതിന്റെ ഒരു സീരിയസ്നെസ് അറിയാത്ത കുറെ വിവരദോഷികൾ തന്നെ അവന്മാരൊക്കെ പറയണം, അവരിതിനെ പരിഹാസമാക്കി അങ്ങോട്ട് പ്രതികരിച്ചു. കുഞ്ഞു മക്കളെ കാണാതായ കാര്യമല്ലേ, അതിന്റെ സീരിയസ്നെസ് അറിയാവുന്നത് കൊണ്ട് തന്നെ ടൊവിനോയും മൈക്കിലൂടെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നിട്ടും അവിടെയുള്ള ജനക്കൂട്ടം അതിനെ ഒരു തമാശ രീതിയിൽ പെരുമാറി. കേട്ടു നിൽക്കുന്ന ആർക്കാണെങ്കിലും ദേഷ്യം വരുമ്പേ നമുക്കതൊന്ന് കേട്ടു നോക്കാം. ആതിര ആതിര അതാരാണ്? നശ്വ. നിന്റെ അമ്മയാണെങ്കിൽ നീ പറയൂടാ അങ്ങനെ വാടേ ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ. ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. ബോറും കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ ഇട്ടയ്ക്ക് വരണം. എന്റെ മുഖം ഞാൻ മറക്കൂല. ക്ലോസപ്പെടുത്തൽ ഞാൻ ഓക്കെ. കണ്ടിന്യൂയിങ് ഓൺ. ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നെഞ്ചിടിപ്പ് ഉണ്ടാവില്ലേ? അന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയൂ, നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. അവരെ കിട്ടുന്നതുവരെയും അവരുടെ ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. കുട്ടികളെ കാണാതായ കാര്യം ഇതൊരു തമാശയാക്കി എടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മുടെ വീട്ടിലെ മക്കളെയാണ് ഇതുപോലെ കാണാതായത് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ രഞ്ജിനി ഹരിദാസിനെ ഈ പറയുന്ന ടോവിനോവിനെയൊക്കെ കളിയാക്കുന്ന രീതിയിലാണ് അവിടെയുള്ള ഈ ന്യൂജൻ പിള്ളേരെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവരുടെയൊക്കെ പെരുമാറ്റം, അതായത് ആള് കളിക്കാനായിരിക്കും ഇത്രയും ഉള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് സന്ദർഭം നോക്കിയിട്ട് വേണം. അതായത് ഇതൊരു കോമഡി പറയേണ്ട ടൈം അല്ല, അതായത് നമ്മൾ തമാശ പറയേണ്ട കാര്യമല്ല ഇത്. ഇതൊരു വളരെയധികം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കാര്യത്തിന് ഇവർ ഇത്ര നെഗ്ലിജൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളത് എങ്ങനെ പ്രതികരിക്കും? അത്രേ രഞ്ജിനി ഹരിദാസും ചെയ്തോളൂ. ടൊവിനെ പിന്നെ കുറച്ച് പൊളൈറ്റ് ആയിട്ട് പെരുമാറി എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമുക്കത് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ മനസ്സിലാക്കാം. അദ്ദേഹം പിന്നെ അത് നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറി എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ സ്ഥാനത്ത് നമ്മളാണ് ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ഓഡിയൻസ് നമ്മളോട് പറയണം അവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കി കഴിഞ്ഞാൽ നമ്മളും ഇതേപോലെയൊക്കെ തന്നെയല്ലേ പെരുമാറുള്ളൂ. ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് പെരുമാറിയെന്ന് വരും കേട്ടോ.